മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആഡ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പോൾ കോളേജിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ നേരത്തോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ വല്ല പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോഴെല്ലാം ഇതുപോലത്തെ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആവശ്യമായിട്ട് വരാറുണ്ട്. സാധാരണ 1-2 പേജൊക്കെയുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ 30-40 പേജുകളൊക്കെയുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ അവൈലബിൾ ആണ്. ആ ഒരു ടൂളിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു സാമ്പിൾ ഡോക്യുമെൻ്റ് ഉണ്ട്. ഇതിനകത്ത് 10 ടൈറ്റിലുകളുണ്ട്. അപ്പോൾ ഇത് ടൈറ്റിൽ ആദ്യം ഡിസ്പ്ലേ ചെയ്യണം, അതിൻ്റെ പേജ് നമ്പർ എല്ലാം കാണിക്കണം. അപ്പോൾ അത് ചെയ്യുന്നതിനുണ്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ട ടൈറ്റിലുകൾ ഏതൊക്കെയാണോ അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ടൈറ്റിൽ സെലക്ട് ചെയ്തു. ഈ മുകളിൽ നമുക്ക് ഹോം ടാബിനകത്ത് ഒരുപാട് സ്റ്റൈൽസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഹെഡിങ് 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. ഞാൻ ഇത് ഹെഡിങ് 1 ആയിട്ട് തന്നെ സ്റ്റൈൽ കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ തന്നെ കാണാം എൻ്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. ഇതുപോലെ ഇനി താഴോട്ടുള്ള എല്ലാ ഹെഡിങ്ങും ഇതുപോലെ തന്നെ ഈ ഒരു ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇത് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൺട്രോൾ അല്ലെങ്കിൽ കമാൻഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് വേണേലും ഇത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഒന്നിച്ച് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാ ഹെഡിങ്ങിനും ഹെഡിങ് 1 എന്ന് പറയുന്ന സ്റ്റൈൽ കൊടുത്തു. ഇനി ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നേരെ നമ്മൾക്ക് എവിടെയാണ് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ മെയിൻ ടൈറ്റിലിന് താഴെയായിട്ടാണ് കൊടുക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ റെഫറൻസസ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഈ റെഫറൻസസിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ടേബിൾ ഓഫ് കണ്ടൻറ്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റൈൽസ് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റൈലാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഹെഡിങ് 1 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആ 10 ഹെഡിങ്ങുകളും പേജ് നമ്പർ ഉൾപ്പെടെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ ഇത് ഡോക്യുമെൻറ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു പേജ് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിക്കോളും. നമ്മളായിട്ട് വേറെ ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആയിക്കോളും. ഇനി ഇതിനകത്ത് തന്നെ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്. നമുക്ക് ഏത് സ്റ്റൈലാണോ വേണ്ടത് ആ സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് സ്റ്റൈൽ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു ടേബിൾ ഓഫ് കണ്ടൻറ്റിൽ വന്നിട്ട് ആ ഒരു സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിപ്പോൾ ഹെഡിങ് 1 ആണ്, അല്ലെങ്കിൽ മെയിൻ ഹെഡിങ് മാത്രം വന്നിരിക്കുന്നത്. ഇനി നമ്മളൊരു സബ് ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ടൈറ്റിൽ 1-ൻ്റെ താഴെ തന്നെ ഒരു സബ് ഹെഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനൊരു സബ് ഹെഡിങ് ആഡ് ചെയ്യാം. ഈ ഒരു സബ് ഹെഡിങ് നമുക്ക് അതിൻ്റെ അണ്ടറിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് ഞാനിത് ഹെഡിങ് 2 എന്ന സ്റ്റൈൽ കൊടുക്കുകയാണ്. ഹെഡിങ് 2 കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഒന്നുകൂടെ എടുത്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നേരെ റെഫറൻസിൽ പോകുക, ടേബിൾ കണ്ടൻറ്റ് എടുക്കുക, ഒന്നുകൂടെ അതിൽ ക്ലിക്ക് ചെയ്യാൽ നമ്മളിപ്പോൾ കൊടുത്ത സബ് ഹെഡിങ് അതിൻ്റെ അണ്ടറിൽ പേജ് നമ്പർ ഉൾപ്പെടെ വരും. ഇനി ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അണ്ടറിൽ എത്ര ഹെഡിങ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഒരു സബ് ഹെഡിങ് കൊടുത്തു. ഇനി ഒരു 3rd ഹെഡിങ് ഞാൻ വീണ്ടും കൊടുക്കുകയാണ്. ഇത് സബ് ഹെഡിങ്ങിന് വീണ്ടും ഒരു സബ് ഹെഡിങ് ആയിട്ടാണ് വരുന്നത്. ഇത് ഞാൻ ഇതിൻ്റെ സ്റ്റൈൽ ഞാൻ സ്റ്റൈൽ 3 എന്നുള്ള സ്റ്റൈൽ കൊടുക്കുകയാണ്. ഹെഡിങ് സ്റ്റൈൽ 3 കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ് വീണ്ടും ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് വീണ്ടും അതിൻ്റെ അണ്ടറിൽ വേറെ ഒരു ഹെഡിങ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര ഡിവിഷൻസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും, എത്ര സബ് ഡിവിഷൻസോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻറ്റ് നമ്മുടെ ഇഷ്ടത്തിന് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇപ്പോൾ 1-2 പേജുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്, മാനുവലായിട്ട് വേണമെങ്കിൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ വലിയൊരു ഡോക്യുമെൻറ്റ്, ഇപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 50-100 പേജൊക്കെ ഉള്ള ഡോക്യുമെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഫുൾ പേജുകളും എടുത്ത് നോക്കി പേജ് നമ്പർ നോക്കി ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ പോലും വീണ്ടും എപ്പോഴും നമ്മളൊരു പേജ് എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേജ് നമ്പർ കംപ്ലീറ്റ് മാറും. ആ സമയത്ത് മാനുവലായിട്ട് വീണ്ടും മുഴുവൻ സാധനങ്ങളും എഡിറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് തന്നിരിക്കുന്ന ഒരു ഈസി ടൂളാണ് ഈ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു ഡോക്യുമെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അസൈൻമെൻറ്റോ പ്രൊജക്ട് റിപ്പോർട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ടേബിൾ ഓഫ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെഫറൻസിനകത്തുള്ള ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യുക. കരിയർ അല്ലെങ്കിൽ IT ജോബ് റിലേറ്റഡ് ആയിട്ട് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.